محمد وعلى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وهم يصطرخون فيها ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകൈകനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്നും കഴിവിൻ്റെ പരമാവധി ആ നാഥനെ സൂക്ഷിച്ച് ജീവിച്ച് മരണപ്പെടണമെന്നും ആദ്യം സ്വന്തത്തെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തു അൽ ഫാത്തിറിലെ ഒരു വചനമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. 37-ാമത്തെ ആയത്താണ്. അതിൽ ഒരു രോദനമാണ്, ഒരു വിലാപം, അസഹ്യമായ ഒരു കരച്ചിൽ. വഹും യസ്തരിഖൂന ഫീഹ, അവർ അതിൽ നിലവിളിക്കുമെന്ന് അള്ളാഹു പറയുന്നു. റബ്ബന അഖ്രിജ്ന നഅമൽ സ്വാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ, പടച്ചവനെ ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്താമോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അവർ കരയുമെന്നാണ് ഖുർആൻ നമ്മളെ ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. സംഭവത്തിൻ്റെ ഗൗരവം എന്താണ്, വിഷയം എന്നൊക്കെ നമുക്കെല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാകുമാറ് ക്ലിയറാണ് കാര്യം. നരകത്തിലാണ് ഈ കരച്ചിൽ. അവിടെ അള്ളാഹു നൽകുന്നൊരു മറുപടി ഉണ്ട്. അവലം നുഅമ്മിർകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ, ഞാൻ നിങ്ങൾക്കൊക്കെ ആയുസ് തന്നതാണ്, ഉംറ് നൽകിയതാണ്. അവലം നുഅമ്മിർകും,
മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ പാകത്തിലുള്ള ആയുസ് ഉംർ ഞാൻ നിങ്ങൾക്കൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. വജാഅക്കുമുൻ നദീർ, നിങ്ങൾക്ക് നദീറും വന്നിരുന്നു, താക്കീതുകാരൻ. ഫദൂഖു, അതുകൊണ്ട് തന്നെ ഒരു ഒഴികഴിവ് പറയാൻ, ഉദ്ർ ബോധിപ്പിക്കാൻ നിങ്ങൾക്കിവിടെ അവസരമില്ല. നിങ്ങളുടെ ഉദ്റൊന്നും അള്ളാഹു അവിടെ സ്വീകരിക്കുകയില്ല. ഫദൂഖു, അതുകൊണ്ട് നിങ്ങളിത് ആസ്വദിക്കണം. ആസ്വദിക്കുക എന്നത് സാധാരണ നമ്മൾ പറയാറുള്ളത് നല്ല അനുഭവങ്ങൾക്കാണ്. നല്ല കാര്യങ്ങൾ, സുഖകരമായ അനുഭവങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഒന്ന് ആസ്വദിക്കൂ, ഒന്ന് രുചിച്ച് നോക്കൂ. ആ രുചിക്കുക എന്ന, ടേസ്റ്റ് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ദാക്ക എന്ന വാക്ക് കിടക്കുന്നത്. ഫദൂഖു, ആ വാക്കാണ് അള്ളാഹു നരകവാസികളായ കുറ്റവാളികളായ ആളുകളോട് അള്ളാഹു പറയുന്നത്. അത് പരിഹാസപൂർവമുള്ളൊരു പ്രയോഗമാണ്. ഫദൂഖു ഫമാ ലിദ്ദാലിമീന മിൻ നസീർ, ഇന്ന് വാലിമീങ്ങൾക്ക് ഒരു സഹായിയെയും കണ്ടെത്താൻ കഴിയില്ല. ഒരാളുമില്ല സഹായിക്കാൻ, ഞാനല്ലാതെ. ഞാനാകട്ടെ നിങ്ങളെ സഹായിക്കാനൊട്ട് തീരുമാനിച്ചിട്ടുമില്ല. അള്ളാഹുവിൻ്റെ മറുപടിയാണ്. ദയനീയമായ ഒരവസ്ഥയാണ്, ദൈന്യത നിറഞ്ഞൊരവസ്ഥ. ഇത് ഒരു വലിയ വിഭാഗം ആളുകളെ, എത്രയാണ് പടച്ചവനെ, ഞങ്ങളുടെ റബ്ബെ, ഞങ്ങൾ എത്ര പേരെയാണ് നരകത്തിലേക്ക് കൊണ്ടുപോകേണ്ടത്, എത്ര പേരെയാണ് ഞങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കേണ്ടത് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് മലക്കുകൾ. അപ്പം അള്ളാഹു ഇങ്ങനെ മറുപടി പറയുമെന്നാണ്. എന്ത്? ഓരോ 100-ൽ നിന്നും 99 ആളുകളെ നരകത്തിലേക്കും ബാക്കി വരുന്ന ഒരാളെ സ്വർഗത്തിലേക്കും എത്തിക്കുക എന്നാണ് മറുപടി. 99% അനുഭവമാണ് അള്ളാഹു ഈ ആയത്തിൽ പങ്കുവയ്ക്കുന്നത്. 99%. അള്ളാഹു നമുക്ക് കാത്ത് രക്ഷിക്കുമാറാകട്ടെ. 1% മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് ഹദീസിൽ നമുക്ക് വളരെ വ്യക്തമാണ്. താൽക്കാലികമായിട്ടെങ്കിലും 99% ആളുകളും നരകത്തിലേക്ക് പോകേണ്ടി വരുന്നവരാണ്. ഒരു ദിവസം കിടക്കാൻ പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ദരിദ്രൻ സ്വർഗത്തിൽ പ്രവേശിച്ച് അര ദിവസം കഴിഞ്ഞ് ധനികൻ സ്വർഗത്തിൽ കടക്കൂ അന്ത്യനാളിൽ. അപ്പോൾ സമ്പന്നരായ ആളുകൾ, സ്വഹാബിമാർ അതിലുണ്ടായിരുന്നു, അവർക്ക് ആശ്വാസമായി. അപ്പോൾ ഇവിടെ സമ്പത്തും കിട്ടും, അവിടെ അര ദിവസം കഴിഞ്ഞാൽ കയറുകയും ചെയ്യുക, അത് നല്ല സൗകര്യമുള്ള ഇതായി. അപ്പോൾ നബി അവരുടെ മുഖത്തുനിന്ന് ആശ്വാസം വായിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് കരുതി, അര ദിവസം എന്നാൽ 500 വർഷമാകുന്നു എന്ന്. അര ദിവസം എന്നാൽ 500 വർഷമാകുന്നു അന്ത്യനാളിൽ. വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനതിൻ മിമ്മാ തഉദ്ദൂൻ, നിങ്ങൾ എണ്ണുന്ന 1000 വർഷമാണ് റബ്ബിൻ്റെ അരികിൽ ഒരു ദിവസം എന്ന് പറയുന്നത്. അതാ നബി പഠിപ്പിച്ചു കൊടുത്തത്. 500 കൊല്ലമാണ് അര ദിവസം. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1000 വർഷമാണ്. ഒരു ദിവസം നിങ്ങൾ നരകത്തിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഇവിടുത്തെ ശരാശരി ആയുസിൻ്റെ 10 ഇരട്ടിയിലധികം വരും, അല്ലേ? അങ്ങനെയല്ലേ? 90 വയസ്സ് ഇന്നലെയും ഇന്നുമായി നമ്മുടെ രാജ്യത്ത് നിന്ന് മരിച്ചുപോയ, നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തുമായി മരിച്ചുപോയ പ്രഗത്ഭരായ ആളുകളുടെ വയസ്സ് 91, 92 ഇപ്പോൾ ഞാൻ ഈ വാർത്ത ഒരാളെ കാണിച്ചു പറഞ്ഞു, അത്രയും വയസ്സൊക്കെ ആയല്ലേ എന്ന് പറഞ്ഞാൽ മരിക്കാറായി എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ 100 എത്തുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ അത്ഭുതകരമായൊരു ആയുസ്സാണ് നമ്മുടെ കാലത്ത്. അതിനേക്കാൾ 10 ഇരട്ടിയാണ് നമ്മൾ ജീവിക്കുന്ന ഈ ദുനിയാവിലെ മൊത്തം ആയുസിൻ്റെ 10 ഇരട്ടിയിലധികം വരും അവിടുത്തെ ഒരു ദിവസം എന്നത് തന്നെ. ഒരുപക്ഷെ ഒരു ദിവസം എന്ന ശിക്ഷയൊന്നും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളാൻ തന്നെ ഇല്ല. അത്രയേറെ കാലമാണ് നരകത്തിൽ ഒരാൾ താമസിക്കേണ്ടി വരിക. നരകമെന്ന അനുഭവത്തെ ഖുർആൻ നമുക്ക് വളരെ കൃത്യമായി അബദ്ധം സംഭവിക്കാതിരിക്കാൻ വേണ്ടി പരിചയപ്പെടുത്തുകയാണ്. ഖുർആനിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ നോക്കിയാൽ, നമ്മൾ ഖുർആനിനെ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ജംഗ്ഷനിലെത്തുമ്പോഴും കാണാം നരകത്തെക്കുറിച്ചൊരു പരാമർശം. ലാബിസീന ഫീഹാ അഹ്ഖാബ, എത്രയാണ് അവിടുത്തെ താമസം? ലാബിസീന ഫീഹാ അഹ്ഖാബ, അഹ്ഖാബുകൾ താമസിക്കണമെന്ന് അമ്മ സൂറത്തിൽ, സൂറത്തുൻ നബയിൽ, നമ്മൾ അമ്മ സൂറത്ത് എന്ന് പറയാം. അമ്മ സൂറത്തിൽ ഖുർആൻ പറയുന്നുണ്ട് ലാബിസീന ഫീഹാ അഹ്ഖാബ. എന്താ അഹ്ഖാബ് എന്ന് പറഞ്ഞാൽ യുഗങ്ങളാണ്. തമിഴ്നാട്ടിൽ ഈ ഹിന്ദുക്കളായ ചില തീവ്രവാദികളായ ആളുകളുടെ ഒരു തർക്കം ഉണ്ടായി. സേതു സമുദ്രം എന്ന, കുറച്ച് പഴക്കമുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, സേതു സമുദ്രം എന്ന തർക്കം ഉണ്ടായി. ഇപ്പോൾ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. ഇതെന്താണ്, ഈ ചർച്ചയുടെ തുടക്കം എവിടെ നിന്നാണ്? അത് ശ്രീരാമൻ്റെ കാലം മുതലുള്ളതാണ് എന്ന് പറഞ്ഞു. എപ്പോഴാണ് ശ്രീരാമൻ ജീവിച്ചത്? അത് ത്രേതായുഗത്തിലാണ്. എന്നായിരുന്നു ഈ ത്രേതായുഗം എന്ന് ചോദിച്ചു.
അത് ഏതാണ്ട് ഒരു 1.25 കോടി വർഷം മുമ്പാണെന്ന്. എത്രയാണ്? 1.25 കോടി വർഷം മുൻപാണ് ശ്രീരാമൻ ജീവിച്ചത്. അദ്ദേഹം ഒരു ഐതിഹ്യമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവർ അതിനെ ഈ തഹ്ഖീഖ് ചെയ്യാൻ വേണ്ടി, യാഥാർത്ഥ്യവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ്. നമ്മുടെ വിഷയം അതല്ല. 1.25 കോടി വർഷം മുൻപ് സംഭവിച്ചതാണ് ത്രേതായുഗം. ഖുർആനിൽ പറയുന്നത് യുഗങ്ങൾ എന്നാണ്. എന്നാൽ കോടിക്കണക്കിന് വർഷങ്ങളാണ് നരകത്തിലെ സ്ഥിരതാമസം. സ്ഥിരമാണ്. കയറിയാൽ ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദ്. ഒരിടത്ത് ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. എന്നൊക്കെ ആകാശഭൂമി നിലനിൽക്കുമോ അക്കാലമത്രയും അവർ ഖാലിദുകളാണതിൽ, സ്ഥിരവാസികളാണ്. ഒരു രക്ഷയില്ല എന്നാണ്. ഒരിടവേള കൊടുക്കാതെ അള്ളാഹു ശിക്ഷിച്ച് കളയും. ഒരു വേള അവർ ആവശ്യപ്പെടുന്നുണ്ട് പടച്ചവനോട്, യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്. മാലിക് എന്നാൽ നരകത്തിൻ്റെ ചുമതലയുള്ള, നരകത്തിൻ്റെ ഈ കാവൽക്കാരായ മലക്കുകളുടെ നേതാവാണ്, ചുമതലക്കാരനാണ്. മാലിക്കനെ വിളിച്ചിട്ട് അപേക്ഷിക്കുന്നുണ്ട്, യാ മാലിക് ലിയഖ്ദി അലൈനാ റബ്ബുക്. അവിടുത്തെ ശിക്ഷ സഹിക്കവയ്യാതെ ഇനി ഒരു മോചനമില്ലെന്ന് ഉറപ്പാകുമ്പോൾ അവർ മാലിക് എന്ന മലക്കനെ വിളിച്ച് അപേക്ഷിക്കുകയാണ്, യാ മാലികു ലിയഖ്ദി അലൈനാ റബ്ബുക്, ഞങ്ങൾക്കൊരു ചെറിയ സഹായം ചെയ്തതാ, ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ പറയും, ഞങ്ങളെ ഇവിടെ ഇട്ട് ഒന്ന് തീർത്തു തരാൻ പറയും. സ്വർഗത്തിലേക്ക് എത്തിക്കണം എന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആഗ്രഹമോ ഞങ്ങൾക്കില്ല. ഇനിയൊരു സുഖം വേണ്ട, പക്ഷേ ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ. അല്ലെ, നമുക്കറിയാവുന്ന ചെറിയ സൂറത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. അവർ അതിൽ മരിക്കുകയില്ല, എന്നാൽ മര്യാദക്ക് ജീവിക്കുകയോ അങ്ങനെ ജീവിക്കാനോട്ട് അള്ളാഹു അനുവദിക്കുകയുമില്ല. ഈ ദുരന്തം നിറഞ്ഞ ദുരിതപൂർണമായ ഈ ജീവിതം, അസഹ്യമായ വേദനകളും ചൂടും ഒക്കെ ശിക്ഷയും ഒക്കെ സഹിച്ച് മതിയാകുമ്പോൾ അവരുടെ അപേക്ഷയാണ് ലിയഖ്ദി അലൈനാ റബ്ബുക്, റബ്ബിനോട് പറയും ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ. ഖാൽ, അദ്ദേഹം മറുപടി പറയും അത്രേ, ഇന്നകും മാകിസൂൻ. ഹേയ്, അങ്ങനെ കൊല്ലണ പരിപാടിയൊന്നുമില്ല ഇവിടെ. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ഇവിടെ കൊല്ലലില്ല, ഇവിടെ ജീവിക്കലാണ്. ജീവിക്കാതെ കൊല്ലാതെ കൊല്ലൂടെ. ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഇവിടെ തന്നെ കഴിയും. അള്ളാഹു നിശ്ചയിക്കുന്ന കാലം അത്രയും. ആ കാലമാണ് ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദു. ഇതേ വാക്ക് തന്നെയാണ് തൊട്ടടുത്ത ആയത്തിൽ സ്വർഗ്ഗക്കാരെ കുറിച്ച് പറയുമ്പോഴും അള്ളാഹു പറയുന്നത്. എന്ത്? ഖാലിദീന ഫീഹാ മാ ദാമത്തിസ് സമാവാതു വൽ അർദു. സ്വർഗത്തിലേക്കങ്ങ് കടന്നാൽ പിന്നെ പുറത്താക്കലില്ല. ആകാശഭൂമികൾ ഉള്ളിടത്തോളം കാലം അവർ അതിൽ ശാശ്വതരാണ്. അതേ വാക്ക് ഖുർആനിൽ തൊട്ട് മുൻപായി അള്ളാഹു നരകക്കാരെ കുറിച്ചും പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, മറ്റു ചില അനുഭവങ്ങളുണ്ട്. നരകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവരെ കുളിപ്പിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരെ കുളിപ്പിക്കും. സൂറത്ത് ഹജ്ജിലെ ആയത്താണ്, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിം, അവരുടെ തലവഴി ഒഴിക്കും അല്ലാഹു മലക്കുകൾ. അൽ ഹമീം, ചുട്ട് തിളക്കുന്ന വെള്ളം ഒഴിക്കുന്നതാണ്. ചുട്ടുപഴുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും. സാധാരണ ഭൂമിയിലെ ചൂടല്ല, അതിൻ്റെ 70 മടങ്ങ് ശക്തിയുള്ളതാണ് അവിടുത്തെ ഓരോ അനുഭവങ്ങളും. അതുകൊണ്ട് തന്നെ യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, തിളച്ചു മറിയും. എന്ത്? മാ ഫീ ബുതൂനിഹിം, അവരുടെ വയറകങ്ങളിൽ ഉള്ളതുപോലും തിളച്ചു മറിയും. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ്, അവരുടെ തോലും. ആ തോലിനൊക്കെ നമ്മൾ ഈ ദുനിയാവിൽ കാണുന്ന ചെറിയ കട്ടിങ്കനൊന്നും ആയിരിക്കില്ല എന്നാണ്, മുഴങ്ങളോളം കട്ടി ഉണ്ടാകും. എന്തുകൊണ്ട്? കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. ഓരോ തവണയും അവരുടെ തോലി ഇങ്ങനെ ഈ നരകത്തീയിൽ ഉരുകി ഒലിക്കുമ്പോഴൊക്കെയും നാം അവർക്ക് പുതിയ തോലണിയിച്ചു കൊണ്ടിരിക്കും. ലിയദൂഖുൽ അദാബ, ശിക്ഷ രുചിക്കാൻ വേണ്ടി, ആസ്വദിക്കാൻ വേണ്ടി. നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കത്ത് പിടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മനുഷ്യർ വാവിട്ട് നിലവിളിക്കുന്നവരുടെ സ്കിന്നുരുകുമ്പോഴാണെന്നാണ്. ഇറച്ചിയല്ല, എല്ലല്ല, മറിച്ച് അവരുടെ സ്കിന്നുരുകുന്ന നേരത്താണ്, തൊലി ഉരുകുന്ന നേരത്താണ് മനുഷ്യർ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കുന്നത്. ശാസ്ത്രം പറയുന്നതാണ്. ഖുർആനെ ശരിവെക്കുകയാണ് ശാസ്ത്രം. ഓരോ തവണയും തോലുരുകി ഒലിക്കുമ്പോഴൊക്കെയും നാം അവർക്ക് പുതിയ തൊലി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. ലിയദൂഖുൽ അദാബ, എന്തിന്? ശിക്ഷ ആസ്വദിക്കാൻ വേണ്ടി.
ആ തോലിൻ്റെ കട്ടി തന്നെ ദുനിയാവിലെ തീയിൻ്റെ 70 ഇരട്ടിയായതുകൊണ്ട് നമ്മളുടെ ചെറിയ കട്ടിയുള്ള സ്കിന്നാണെങ്കിൽ അത് വേഗം ഒലിച്ചു പോകും. അതുകൊണ്ട് ഹദീസിൽ കാണാം മുഴങ്ങളോളം വർദ്ധിപ്പിക്കുമെന്ന്. ശിക്ഷ ആസ്വദിക്കാനാണ്, ശിക്ഷിക്കാനാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ, ഒരു തണുപ്പോ സുഖകരമായൊരു പാനീയമോ കുടിക്കാൻ സുഖമുള്ള എന്തെങ്കിലും ഒന്ന് അവർക്ക് അള്ളാഹു കുടിക്കാൻ നൽകുകയില്ല. ഇല്ലാ ഹമീമൻ വഗസ്സാഖാ, പിന്നെ കുടിക്കാൻ കൊടുക്കുന്ന എന്താണ്? ഹമീമും ഗസ്സാഖുമാണ്. ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ടുപഴുത്ത വെള്ളം എന്നാണ് അർത്ഥം. ചുട്ടുപഴുത്ത് വെള്ളം ഇങ്ങനെ തിളപ്പിച്ച് വെള്ളത്തിൻ്റെ സ്വഭാവമൊക്കെ മാറി ഒരു ലോഹ സ്വഭാവത്തിലേക്ക് മാറുന്ന. വഗസ്സാഖ, മറ്റൊന്ന് തണുത്തുറഞ്ഞ ജലമാണ്, അതിശൈത്യം. ഐസ് ബേൺ എന്നൊക്കെ പറയും, ഈ കെമിസ്ട്രി ഒക്കെ പഠിച്ച ആളുകൾക്ക് അറിയാൻ പറ്റും. ഐസ് ബേൺ, തോലിൻ്റെ ഈ അന്തരീക്ഷ ഊഷ്മാവൊക്കെ വളരെ കുറഞ്ഞാൽ അത് പുറം രാജ്യങ്ങളിലൊക്കെ പോയി, യൂറോപ്പിലും മറ്റു രാജ്യങ്ങളൊക്കെ പോയി വന്ന ആളുകൾക്ക് അറിയാൻ പറ്റും. എൻ്റെ ഒരു കസിൻ അങ്ങനെ പോയി, ഒരു ബന്ധു പോയി വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ വസ്ത്രം ഇങ്ങനെ ഒരു സ്ഥലത്ത് മാറിപ്പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ പൊള്ളിയത് പോലത്തെ അടയാളം ഉണ്ടായിരുന്നു. ടെമ്പറേച്ചർ കുറഞ്ഞ് -20, -22 ആയപ്പോൾ അങ്ങനെ അനുഭവം ഉണ്ടായ കഥ പറഞ്ഞു. ഐസ് ബേൺ ഉണ്ടാകുന്നതാണ്. ഇതാണ് ഗസ്സാഖ് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും മാത്രമേ അവർ കുടിക്കാൻ കൊടുക്കുള്ളൂ. അതല്ലാത്ത നല്ലൊരു അനുഭവം, കുടിക്കുന്നൊരനുഭവം അവർക്കുണ്ടാവില്ല. വിലപിച്ചുകൊണ്ടേയിരിക്കും, വിലാപമാണ്. നരകം കാണുന്ന മാത്രയിൽ തന്നെ ഖുർആൻ പറയുന്നുണ്ട്, കഅന്നമാ ഉഗ്ശിയത് വുജൂഹുഹും ഖിത്അം മിനൽ ലൈലി മുഗ്ലിമാ, എത്ര വെളുത്തവരും എത്ര ചുവന്നവരുമാണെങ്കിലും കഅന്നമാ ഉഗ്ശിയത് വുജൂഹുഹും ഖിത്അം മിനൽ ലൈലി മുഗ്ലിമാ, കറുത്തിരുണ്ട ആകാശത്തിൻ്റെ ഒരു കഷ്ണം മടർന്ന് അവരുടെ മുഖത്ത് വീണാൽ എന്തുമാത്രം അവർ കരിവാളിച്ചു പോകുമോ, അവർക്ക് നിറം മാറ്റം സംഭവിക്കുമോ, അവർ കറുത്തു പോകുമോ, അതുപോലെ കറുത്തു പോകും. നരകത്തിൽ വീണിട്ടില്ല കേട്ടോ, കണ്ടിട്ടേ ഉള്ളൂ അവർ. അപ്പോഴേക്കും അവരുടെ മുഖം വിവർണമാകുന്നു. എത്ര വെളുത്ത മനുഷ്യനും എത്ര ചുവന്നവനും അതിവേഗം കറുത്തവനായി മാറുന്നു. കാണുന്ന മാത്രയിൽ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വീണാലുള്ള അനുഭവം എന്തായിരിക്കും? ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ സമിഉ ലഹാ തഗയ്യുദൻ വസഫീറാ. ഇദാ റഅത്ഹും മിൻ മകാനിൻ ബഈദിൻ, നരകത്തെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ടുള്ളൂ. വളരെ 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 ദൂരെ നിന്ന് അവർ നരകത്തെ കാണുമ്പോൾ അവർ കേൾക്കുന്നത് തഗയ്യുദൻ വസഫീറ, ഉഗ്ര കോപം കൊണ്ട്. സൂറത്തുൽ മുൽക്കിൽ പറയുന്നുണ്ടല്ലോ, സൂറത്തുൽ മുൽക്കിൽ അള്ളാഹു പറയുന്നുണ്ടത് ഉഗ്ര കോപത്താൽ മിനൽ ഗൈദി തകാദു, അത് പൊട്ടിപ്പിളരാൻ പോകുന്നു. മിനൽ ഗൈദ്, ഉഗ്ര കോപത്താൽ. അള്ളാഹുവിൻ്റെ കോപമാണ് നരകാഗ്നി എന്ന് പറയുന്നത്. ആ ഉഗ്ര കോപത്താൽ പൊട്ടിപ്പിളരാറായിരിക്കുന്നു അത്. തഗയ്യുദും സഫീർ എന്ന് പറഞ്ഞാൽ അത്യുഗ്രമായ ശബ്ദമാണെന്നാണ്. നമ്മൾ ഈ ചിരട്ട കത്തിച്ചാൽ തന്നെ അത് കത്തി അതിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ ഭയങ്കര ശബ്ദം കേട്ടിട്ടില്ല ഒരു ചിരട്ട കത്തിക്കുമ്പോൾ? ഇത് 70,000 മലക്കുകൾ ഓരോ കണ്ണിയിലും പിടിച്ചു വരുന്ന, അങ്ങനത്തെ 70,000 കണ്ണികളുള്ള, ചങ്ങലകളുള്ള ഒരു വലിയ സത്വമാണ് നരകമെന്ന് പറയുന്നത്. പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞത്, നിങ്ങളിപ്പോൾ കേട്ട ശബ്ദം 70 വർഷം മുൻപ് നരകത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്കിട്ടൊരു കല്ല് അതിൻ്റെ അടിത്തട്ടിലെത്തിയ ശബ്ദമാണെന്ന് അള്ളാഹു വരെ കേൾപ്പിച്ചതാണ്. നിങ്ങൾ കേട്ടില്ല ഒരു ശബ്ദം? പ്രവാചകൻ പറഞ്ഞതാണ് സഹാബത്തിനോട്, നിങ്ങളിപ്പോൾ കേട്ട ശബ്ദം അള്ളാഹു നിങ്ങളെ കേൾപ്പിച്ചതാണ്. ആ കേട്ട ശബ്ദം 70 വർഷം മുമ്പ് നരകത്തിൻ്റെ മുകളിൽ നിന്നിട്ട ഒരു കല്ല് താഴെ പതിച്ചതാണ്. അത്ര ആഴമുണ്ട് അതിന്. മുകളിൽ നിന്ന് സാധനം താഴേക്കിട്ടാൽ എത്താൻ 70 വർഷമെടുക്കും. അപ്പം അള്ളാഹു ഒരാളെ മോചിപ്പിക്കാൻ തീരുമാനിച്ചാൽ തന്നെ, അടിത്തട്ടിൽ കിടക്കുന്ന ഒരാളെ മോചിപ്പിക്കാൻ തീരുമാനിച്ചാൽ തന്നെ അയാൾ മുകളിലെത്താൻ 70 കൊല്ലം എടുക്കും ചുരുങ്ങിയത്. അത്ര ഗൗരവതരമാണ്, അത്ര വേദനയേറിയ ദുസ്സഹമായ അനുഭവങ്ങളാണ്. യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദ് വലഹും മഖാമിഉ മിൻ ഹദീദ്. ഇരുമ്പിൻ്റെ ദണ്ടുകളുണ്ട് അവരെ കാത്തു വെച്ചിരിക്കുന്നു. അതവരെ മർദ്ദിക്കാനാകാം, അതല്ലെങ്കിൽ അവർക്ക് പഴുപ്പിച്ച് വയ്ക്കാനാകാം. വേറെ അനേകം അനുഭവങ്ങൾ നരകത്തെ കണ്ടുവന്ന സമയത്ത് മിഅ്റാജ് യാത്ര കണ്ടു കഴിഞ്ഞ് വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇതെന്താണ് ജിബ്രീൽ, ഇതെന്താണ്, ഇതാരാണ് എന്നിങ്ങനെ പ്രവാചകൻ പല കൂട്ടം ആളുകളെ, പല തരത്തിലുള്ള ശിക്ഷ അനുഭവിക്കുന്ന ആളുകളെ കണ്ടപ്പോഴൊക്കെ ചോദിച്ച സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാത്തിനും അവസാനം ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. താങ്കൾ അവിടെ കണ്ടില്ലേ, അത് ഇന്ന വിഭാഗമാണ്, പരദൂഷണം പറഞ്ഞവരാണ്,
കള്ളസത്യം ചെയ്തവരാണ്. ഇങ്ങനെ ഓരോ വിഭാഗത്തിനും ഓരോ തരത്തിലുള്ള വേറെ ശിക്ഷകളുമുണ്ട്. അനേകം ശിക്ഷകളുടെ ഒരു വലിയ കൂട്ടമാണ് നരകമെന്ന് പറയുന്നത്. വിശന്നുകൊണ്ട് ധാരാളം വർഷങ്ങൾ കഴിയുമ്പോൾ വിശന്ന് കത്തി അവർ അതിനിടയിൽ വിശന്നവർ വലയുമ്പോൾ അള്ളാഹുവിനോട് അപേക്ഷിച്ച് അവസാനം അള്ളാഹു അവർക്ക് തിന്നാൻ കൊടുക്കുന്നതാണിത്. ഫലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ, ഗിസ്ലീനിൽ നിന്നല്ലാതെ അവർക്കൊരു ഭക്ഷണവും ഞാൻ കൊടുക്കൂല എന്നാണ്. മറ്റൊരിടത്ത് പറയുന്നത് ദ്വരിയ എന്ന വാക്കാണ്. ദ്വരിയ നമ്മളെപ്പോഴും കേൾക്കുന്ന സൂറത്തുൽ ഗാശിയയിലെ ആയത്താണ്. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദ്വരീഅ. ദ്വരീഅ എന്ന് പറഞ്ഞാൽ ഒട്ടകങ്ങൾക്ക് പോലും ഒരുവിധം മുൾച്ചെടികളെയൊക്കെ മേഞ്ഞു തിന്നുന്ന വിഭാഗത്തിൽപ്പെട്ട ജന്തുവാണ് ഒട്ടകം. ജീവിയാണ്. മരുഭൂമിയിലെ അത്യാവശ്യം നല്ല മുൾച്ചെടികളെയൊക്കെ കടിച്ച് പറിച്ച് തിന്നു കളയും. ആ ഒട്ടകത്തിന് പോലും മേഞ്ഞു തിന്നാൻ കഴിയാത്ത ഒരു ചെടിയുണ്ട്, അതാണ് ദ്വരി എന്നാണ്. ആ ദ്വരിയെ തിന്നാൻ കൊടുക്കൂ. അതല്ലെങ്കിൽ വലാ തആമുൻ ഇല്ലാ മിൻ ഗിസ്ലീൻ. ഗിസ്ലീൻ എന്ന് പറഞ്ഞാൽ ഈ കോടാനുകോടി മനുഷ്യരൊക്കെയും കത്തിയിട്ട് ആ കത്തിയ അവരുടെ ചലവും രക്തവുമൊക്കെ ഒഴുകി വന്ന് കിടക്കുന്നൊരു തടാകമുണ്ട്. അത് കുറേ കാലം കഴിയുമ്പോൾ ചൂടൊക്കെ ആറി തണുത്തുറയുന്നതാണ്. തണുപ്പിൻ്റെ കാഠിന്യവും അതിൻ്റെ ദുർഗന്ധവും കൊണ്ട് മനുഷ്യർക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. ഗിസ്ലീനിൽ നിന്നൊരു തൊട്ടി എങ്ങാനും ഭൂമിയിലേക്ക് ഒഴിച്ചാൽ പിന്നെ ഭൂമിയിലെ ഒരിടത്തും 50 കോടിയിലേറെ ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുണ്ട് ഈ ഭൂമിക്ക്. 50 കോടിയിലേറെ. അത്ര വിശാലമായ ഈ ഭൂമിയിലെ ഒരിടത്തും ഒരു മനുഷ്യനും പാർക്കാൻ കഴിയില്ല. അത്ര ദുർഗന്ധമാണ്. അതിൽ നിന്നാണ്, അതേ വസ്തുവാണ്, അത്ര ദുർഗന്ധമുള്ള എന്നാൽ അതിശൈത്യമുള്ള ഈ വസ്തുവാണ് നരകക്കാരന് തിന്നാൻ കൊടുക്കുക. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അതും അവൻ കഴിക്കുന്നതാണ്. സുമ്മ ഇന്നകും അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം. പിന്നെ വഴിപിഴച്ചുപോയ മുകദ്ദിബുകളെ, നിഷേധികളെ, എൻ്റെ വചനങ്ങളെ, എൻ്റെ പ്രവാചകന്മാരെ, അന്ത്യനാളിനെ എന്നെ കണ്ടുമുട്ടുമെന്ന ഈ യാഥാർത്ഥ്യത്തെ നിഷേധിച്ച മുകദ്ദിബുകളെ, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾ സഖൂം കഴിക്കാനിരിക്കുന്നുണ്ട്. ഇനി ദ്വരീഉം ഗിസ്ലീനുമല്ലാത്ത സഖൂം എന്ന വൃക്ഷം. എന്താണ് സഖൂം എന്ന് പറഞ്ഞാൽ? ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞു തരുന്നുണ്ട്. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു മിൻ അസ്ലിൽ ജഹീം. നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് തന്നെ മുളച്ചു വന്നതാണത്. നരകത്തിന് എത്ര ചൂടുണ്ട്? ഭൂമിയിലെ ഏത് അഗ്നിയേക്കാളും 70 ഇരട്ടി ശക്തിയുള്ള നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നൊരു ചെടി മുളച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാഠിന്യം എത്ര വലുതാണ്. ചുറ്റും മുള്ളുകളാണ്. മനുഷ്യർ ഊഹിക്കാൻ പോലും കഴിയാത്തത്രയും കൂർത്ത മുള്ളുകളുള്ള പഴമെന്നൊന്നും അതിന് പറയാൻ പറ്റില്ല. ഒരു കായ, അതിന് ചൂട് വളരെ ശക്തമാണ്. അതുകൊണ്ടാണ് അത് നരകത്തിൽ ഇങ്ങനെ പിടിച്ചു വെക്കണത്, കൊഴിഞ്ഞു പോകാതെ, കരിഞ്ഞു പോകാതെ. അതാണ് നിങ്ങൾ തിന്നാനിരിക്കുന്നത് മനുഷ്യരെ, നരകവാസികളെ. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം ഫമാലിഊന മിൻഹൽ ബുത്തൂൻ. അതൊന്നും രണ്ടൊന്നുമല്ല നിങ്ങൾ തിന്നാൻ പോണത്, വയറ് നിറച്ച് തിന്നും. കാരണം മനുഷ്യൻ്റെ അന്നത്തെ, നരകക്കാരൻ്റെ അന്നത്തെ ഈ രൂപം എന്ന് പറയുന്നത്, ആകാരം എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്ന ആകാരമല്ല. ആകാരമൊക്കെ പടച്ചവനോട് കൂട്ടും. ഭയങ്കരനായിരിക്കും മനുഷ്യൻ. വലിയ വലിയ രൂപങ്ങളാക്കിയിട്ടാണ് മനുഷ്യരെ ശിക്ഷിക്കുക അവിടെ ഇട്ടിട്ട്. എന്നാൽ അവൻ വേദനിക്കുള്ളൂ. അവൻ്റെ തൊലിയുടെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഴങ്ങളോളം വർദ്ധിപ്പിക്കുമെന്ന് അല്ലാഹു. എന്നിട്ട് നിങ്ങൾ ഇത്ര പെരുത്ത മനുഷ്യന്മാരായ നിങ്ങൾ സഖൂം എന്ന ആ കായുണ്ടല്ലോ, നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുളച്ചു വന്നത്, അത് നിങ്ങൾ തിന്നും, വയറ് നിറച്ച് കഴിക്കും. സ്വാഭാവികമായും നിങ്ങളുടെ വയറകങ്ങളിൽ അപ്പോൾ അസ്വസ്ഥതയുണ്ടാകും, അസഹ്യമായ അസ്വസ്ഥത. നിങ്ങൾ വെള്ളത്തിന് ചോദിക്കും. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. അപ്പോൾ നിങ്ങൾക്ക് ഹമീം കുടിക്കാൻ തരും. ഇല്ല, ഹമീമം വഗസ്സാക്കാൻ നേരത്തെ പറഞ്ഞില്ലേ, ചുട്ടുപഴുത്ത വെള്ളം. അത് നിങ്ങൾ കുടിക്കും. മനുഷ്യർക്കൊന്നും സാധാരണഗതി കുടിക്കാൻ പറ്റൂല, ഒരു ജീവിക്കും കുടിക്കാൻ പറ്റൂല. പക്ഷെ മനുഷ്യരെ നിങ്ങൾ കുടിക്കാനിരിക്കണം അതൊക്കെ. എന്തുകൊണ്ട്? അത്രയേറെ കാലമായി നിങ്ങൾക്ക് ഞാൻ അന്നപാനീയങ്ങൾ തന്നിട്ട്, ആ ബേജാറിൽ, ആ ആർത്തിയിൽ നിങ്ങൾ സഖൂം കഴിച്ചിട്ട് അതിൻ്റെ അസ്വസ്ഥത തീർക്കാൻ വേണ്ടി നിങ്ങൾ കുടിക്കാൻ പോകുന്നത് ഹമീമാണ്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. എന്നിട്ട് കുടിക്കാതിരിക്കുമോ ഇതിൻ്റെ ചൂട് കൊണ്ട്, ബേജാറ് കൊണ്ട്? ഇല്ല. ഫശാരിബൂന ശുർബൽ ഹീം.
ദാഹിച്ചു വലഞ്ഞ ഒട്ടകങ്ങൾ വെള്ളം കുടിക്കുന്നത് പോലെ നിങ്ങൾ കുടിക്കും. ഖുർആൻ പറഞ്ഞ സഹോദരങ്ങൾ, ഇതൊക്കെ ഈ അനുഭവങ്ങൾ മുഴുവനും നിങ്ങൾ കണ്ണുകൊണ്ട് കാണാനിരിക്കുന്നു. ഇന്ന് ജുമാ കഴിഞ്ഞ് അതല്ലെങ്കിൽ മിമ്പറിൽ നിന്ന് ഇറങ്ങാൻ എനിക്കോ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നമുക്ക് ആർക്കെങ്കിലുമോ പൂർണ്ണമായി ഉറപ്പുണ്ടോ അങ്ങനെ ഇറങ്ങുന്നു? ഇല്ല. അങ്ങനെ സംഭവിക്കാതെ ഇതിനകത്ത് കിടന്ന് നമ്മൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ പിന്നെ നമ്മൾ കണ്ണു തുറക്കുന്നത് ഈ യാഥാർത്ഥ്യത്തിലേക്കാണ്. നമ്മൾ ആളുകൾ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ പിന്നെ ബർസഖാണ്. ബർസഖ് കഴിഞ്ഞാൽ പിന്നെന്താണ്? യൗമുൽ ബഅസാണ്. ഫൈദാ നുഫിഖ ഫീഹി ഉഖ്റ ഫൈദാ ഹും ഖിയാമുൻ യൻദുറൂൻ. പിന്നെ നിങ്ങൾ മരിച്ച് കണ്ണു തുറന്ന് നോക്കുന്നത് എന്തിലേക്കാണ്? ഖിയാമുൻ യൻദുറൂൻ. നിങ്ങൾ നോക്കുന്നത് അള്ളാഹുവിലേക്കാണ്, അള്ളാഹുവിൻ്റെ അന്ത്യദിനത്തിലേക്കാണ്, യൗമുൽ ബഅസിലേക്കാണ്, യൗമുദ്ദീനിലേക്കാണ്. പിന്നെ നിങ്ങളുടെ ഈ തുറവി കണ്ണു തുറക്കൽ. അപ്പോൾ നമ്മൾ കാണാനിരിക്കുന്നത് ഇതൊക്കെയാണ്. ഖുർആൻ പറഞ്ഞതാണ്, ഒരിടത്ത് നൂറ്റാണ്ടുകളായി സകല ഖുർആൻ്റെ എതിരാളികളും അള്ളാഹുവിൻ്റെ വിരോധികളും പ്രവാചകൻ്റെ വിരോധികളും കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. എന്തിന്? ഖുർആനിൽ വല്ല അബദ്ധം ഉണ്ടോയെന്ന്. കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? കള്ളത്തരങ്ങളല്ലാതെ യാഥാർത്ഥ്യമുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഖുർആനെതിരിൽ സമർത്ഥിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അത്രയും അസത്യം ഒട്ടുമില്ലാത്ത സത്യം മാത്രം നിറഞ്ഞിട്ടുള്ള വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളാണിത്. ഇതാണ് നിങ്ങൾ കാണാനിരിക്കുന്നത്. ഇതാണ് മനുഷ്യരെ നിങ്ങളെ കാത്തിരിക്കുന്ന നരകമെന്ന് പറയുന്ന സ്വത്വം. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം ഫമാലിഊന മിൻഹൽ ബുത്തൂൻ ഫശാരിബൂന അലൈഹി മിനൽ ഹമീം ഫശാരിബൂന ശുർബൽ ഹീം ഹാദാ നുസുലുഹും യൗമദ്ദീൻ. എന്നിട്ട് അള്ളാഹു പരിഹാസപൂർവ്വം പറയാണ്, കളിയാക്കുകയാണ് അള്ളാഹുവിനെ കളിയാക്കിയ ആളുകൾ അള്ളാഹു തിരിച്ച് കളിയാക്കിയാണത്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ. യൗമുദ്ദീനിൽ, പ്രതിഫല നാളിൽ, സമ്മാനം കൊടുക്കുന്ന ദിവസം നിങ്ങൾക്കുള്ള വിരുന്ന് ഇതാണ്, സൽക്കാരം ഇതാണ്. സൽക്കാരം എന്നാണ് നുസുൽ എന്ന വാക്കിൻ്റെ അർത്ഥം. അതൊരു സൽക്കാരമല്ലല്ലോ, അത് വേദനാജനകമായ ശിക്ഷയല്ലേ. അപ്പം അള്ളാഹു എന്തർത്ഥത്തിലാണ് ഇത് പറഞ്ഞത്? കളിയാക്കുകയാണ് പടച്ചവൻ അള്ളാഹുവിൻ്റെ വചനങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കൊല്ലുകയോ കളിയാക്കുകയോ ഒക്കെ പരിഹസിക്കുകയൊക്കെ ചെയ്ത ആളുകളെ അള്ളാഹു തിരിച്ച് പരിഹസിക്കുകയാണ്. നിങ്ങളത് കഴിക്കും, നിങ്ങളത് കുടിക്കും, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കും. അവസാനം അതിനിടയിൽ വസ്ത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്ത് ഇബ്രാഹിമിൽ. വസിയാബുഹും മിൻ ഖത്തിറാൻ. അവർക്ക് വസ്ത്രങ്ങൾ അണിയിക്കും, വസ്ത്രങ്ങൾ നെയ്ത് കൊടുക്കും. എന്തിൽ നിന്ന്? ഖത്തിറാനിൽ നിന്ന്. ഖത്തിറാൻ എന്നതിന് രണ്ടർത്ഥമുള്ളത്. ഒന്ന് നല്ല അഗ്നി എന്നാണ്, അഗ്നിയെ വസ്ത്രമാക്കുക. അതല്ലെങ്കിൽ റോഡ് നന്നാക്കാൻ വേണ്ടി, റോഡിൻ്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടാറുണ്ടല്ലോ, നല്ല ഉരുകിയ ടാറ്, തിളച്ച് മറിയുന്ന ടാറിന് പറയും. ഈ രണ്ടാളുടെ വസ്ത്രമാണെന്ന് പറഞ്ഞാൽ തിളക്കുന്ന ടാറോ അതല്ലെങ്കിൽ നല്ല അഗ്നിയോ മുറിച്ചിട്ടാണ് നിങ്ങൾക്ക് വസ്ത്രം നെയ്ത് തരിക. അവിടെ വസ്ത്രത്തോടുകൂടി അയക്കുക. അതിന് കുളിപ്പിക്കുന്ന കഥ പറഞ്ഞു. ഭക്ഷണം ഇതാണ്, പാനീയം ഇതാണ്, സക്കൂം അല്ലെങ്കിൽ ദ്വരി അല്ലെങ്കിൽ റിസ്ലീൻ, ഇത്തരം അനുഭവങ്ങളെ അവിടെ ഉള്ളൂ. എല്ലാം ഒന്നിനൊന്ന് മോശമായതും ദുസ്സഹമായതും അസഹ്യമായതുമാണ്. അവസാനം ഇതിൽ നിന്ന് മോചനമില്ലെന്ന് ഉറപ്പാകുമ്പോൾ രക്ഷയില്ല, ഇവിടെ കിടന്ന് മരിക്കാനും അവസരമില്ല. അള്ളാഹു ഈ വിചാരണക്കൊടുവിൽ സ്വർഗത്തിൽ കയറേണ്ട അവസാനത്തെ ആളും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടച്ചവൻ മരണത്തെ ഹാജരാക്കുമത്രേ ഒരാടിൻ്റെ രൂപത്തിൽ. എന്നിട്ട് പറയും, ഇത് മരണമാണ്, ഇതിനെ ഞാൻ ഇനി കൊല്ലുകയാണ്, ഇനി മരണമില്ല. ആ സമയത്ത് സ്വർഗത്തിലെ ആളുകൾ വലിയ ആരവം ഉണ്ടാക്കും, സന്തോഷത്തിൻ്റെ ആരവം, ആഹ്ലാദ പ്രകടനം നടത്തും. ഇപ്പുറത്ത് കൂട്ടവിലാപവും കേൾക്കും. എവിടെ നിന്ന്? നരകത്തിൽ നിന്ന്, അരുത് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇനി മരണമില്ല, ഇനി ശിക്ഷയല്ലാതെ, ശിക്ഷയ്ക്ക് മേൽ ശിക്ഷയല്ലാതെ വേറൊന്നുമില്ല. ഈ ശിക്ഷകളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇളവ് വേണമെന്ന് അപേക്ഷിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മറുപടിയുണ്ട്, ഫദൂഖു ഫലൻ നസീദക്കും ഇല്ല അദാബ. ഇതെങ്ങനെയുണ്ട്? ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷ എങ്ങനെയിരിക്കുന്നു? ഫലൻ നസീദക്കും ഇല്ല അദാബ. ഇനി വരാനിരിക്കുന്നത് ഇതിനേക്കാൾ കടുത്തതാണ്. നിങ്ങൾ നോക്കൂ, വേദനിപ്പിക്കാൻ പടച്ചവൻ, മാനസികമായ പീഡനമാണത്. ഇനി വരാനിരിക്കുന്നത് നിങ്ങളിപ്പോഴൊക്കെ അനുഭവിച്ചില്ലേ, പല ഘട്ടങ്ങളും കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇതിനേക്കാൾ വേദനയേറിയ ശിക്ഷയാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ മാനസികമായി തളർത്തിക്കളയും, പേടിപ്പിച്ച് കളയുന്നതാണ്. പ്രളയം ഉണ്ടായപ്പോൾ നാട്ടിൽ 2018 പ്രളയ സമയത്ത് എൻ്റെ കസിൻ ഒരാൾ പറഞ്ഞു, ഞങ്ങൾ വെള്ളം ഇങ്ങനെ പൊങ്ങി തുടങ്ങിയപ്പോൾ പള്ളിയുടെ മുകളിൽ ഭാര്യയും കുട്ടികളൊക്കെ വേറെ അങ്ങോട്ട് അയച്ചു. ഇനി വെള്ളം പൊങ്ങൂലെന്ന് കരുതി. പക്ഷേ വെള്ളം പൊങ്ങി പള്ളിയുടെ 1ാം നിലയിൽ കയറിയിരുന്നു, എന്ന് പറഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ കയറിയിരുന്നു. ജാതിമത ഭേദമന്യേ എല്ലാ ആൾക്കാരും ഉണ്ട് പള്ളിയുടെ ടെറസിൽ. ഏതാണ്ട് ഇവരുടെ അടുത്തെത്താറായിട്ടുണ്ട് വെള്ളം. അപ്പോഴാണ് മൊബൈലിൽ ഇങ്ങനെ
റൂമർ വരുന്നത് ഇനിയും വെള്ളം പൊങ്ങിയേക്കുന്നു. അപ്പോൾ അദ്ദേഹം കസിൻ പറയാണ്, ആ സമയത്ത് ഞങ്ങൾ അനുഭവിച്ചൊരു ബേജാറുണ്ട്. ആ ബേജാറിന് എത്ര ലക്ഷം കോമ്പൻസേഷൻ കിട്ടിയാലും മതിയാവില്ല. സർക്കാർ കോമ്പൻസേഷൻ കൊടുക്കാൻ പോകുന്നു പറഞ്ഞിട്ടേ എത്ര ലക്ഷം കിട്ടിയാലും മതിയാവില്ല. അത്ര വലിയ പേടിയാണ് ഞങ്ങളൊക്കെ പേടിച്ചു പോയതെന്ന്. കാരണം അവിടെ മുങ്ങി മരിക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഇത് മറ്റൊരു തരത്തിലുള്ള വർത്തമാനമാണ്. വലിയ ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്ന ആളുകളോടാണ് ഖുർആൻ പറയുന്നത്. അവർ ഓരോ ഘട്ടം കഴിയുമ്പോൾ അവർക്ക് അറിയാം ശിക്ഷ കൂടി വരികയാണെന്ന്. അപ്പോഴാ ഖുർആൻ്റെ മറുപടി, അള്ളാഹുവിൻ്റെ വർത്തമാനം മലക്കുകൾ പറയുന്നത് ഫദൂഖൂ ഫലൻ നസീദകും ഇല്ലാ അദാബാ, നിങ്ങൾ ഇത് ആസ്വദിക്കൂ, ഇതിനേക്കാൾ കടുത്തത് ഇനി വരാനിരിക്കുന്നു എന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ഒടുവിൽ രക്ഷയില്ലെന്ന് കാണുമ്പോൾ അള്ളാഹുവിനോട് അവർ പറയും, വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നമ ദഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മോചനമില്ലാതെ ഉറപ്പായി, ഇവിടെ ഞങ്ങൾ മരിക്കുകയുമില്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ചെറിയൊരു അപേക്ഷ കൂട്ടുണ്ട്, ബാക്കി ലാസ്റ്റ് അപേക്ഷ എന്താണ്? ഉദഉ റബ്ബക്കും, മലക്കുകളോട് പറയൂ അത്രേ, കാവൽക്കാരോട് റബ്ബിനെ വിളിച്ചൊന്ന് പറയും, യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഒരു ദിവസത്തെ ഇടവേള തരാൻ. ഒരു ദിവസത്തെ ഇടവേള, അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞങ്ങളെ ശിക്ഷിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ ഇടവേള മതി, ഒരൊറ്റ ദിവസത്തെ ഇടവേള. ഖുർആൻ അതിന് പലയിടങ്ങളിലായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ലാ യുഫത്തറു ലഹും ലാ യുഫത്തറു അൻഹും, അവർക്കൊരു ഫത്തറത്ത്, ഒരു ഇടവേള അള്ളാഹു അനുവദിക്കില്ല. ഇടവേള ഇല്ലാത്ത ശിക്ഷയാണ്, തുടരെ വരുന്ന ശിക്ഷകളല്ലാതെ അവിടെ ഒരു ഇടവേളയും അള്ളാഹു അനുവദിക്കുന്നതല്ല. വേദനയേറിയ അനുഭവങ്ങൾ, നരകവാസികളെ കാത്തിരിക്കുന്ന കഥയാണ്. ഇനി അനേകമുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ഫുർഖാനിൽ ഇബാദുർ റഹ്മാൻ അള്ളാഹു പഠിപ്പിച്ചു തരുന്ന സമയത്ത് വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖറാമ. വല്ലദീന യഖൂലൂൻ, അള്ളാഹുവിൻ്റെ പരമകാരുണികനായ പടച്ചവൻ്റെ ദാസന്മാർ, ശരിയായ അടിമകൾ, അവർ സദാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, പടച്ചവനെ നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ. ഇന്ന അദാബഹാ കാന ഖറാമ, കാരണം അത് വിട്ടുമാറാത്ത വിപത്താണ്. ഒരു വേള, ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും മാറി നിൽക്കൂല അതിൻ്റെ ശിക്ഷ, രക്ഷപ്പെടാൻ കഴിയില്ല. ഇന്ന ഹസാഅത് മുസ്തഖറൻ വ മുഖാമ, ഏറ്റവും മോശമായ പാർപ്പിടവും സങ്കേതവുമാണ്. അല്ലെ, നമുക്ക് മനുഷ്യർക്ക് ദുനിയാവിലെ മനുഷ്യരായ നമുക്ക് പരിചയമുള്ള ചില ജയിലുകളുണ്ട്. നമ്മൾ ഈ അടുത്ത് കണ്ടിരുന്നു ബഷാറുൽ അസദിൻ്റെ ജയിൽ. 37 കൊല്ലമായി, 33-37 കൊല്ലമായിട്ട് കിടക്കുന്ന ആൾക്കാരുണ്ട് അതിൽ. അവർ കണ്ട വധങ്ങൾ, കൊലപാതകങ്ങൾ അനേകമാണ്. ഇങ്ങനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും അവിടെ. മറ്റൊന്ന് അബൂ ഖുറൈബ് എന്ന് പറയുന്ന അമേരിക്കയുടെ കസ്റ്റഡിയിലുള്ള ജയിലാണ്, അല്ലെങ്കിൽ ഗുവാണ്ടനാമോ. അവിടെയൊക്കെ കയറിയാൽ പിന്നെ രക്ഷയില്ല, അവിടെ കിടന്ന് മരിക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. അവർ തന്നെ വിട്ടയക്കണം, അതല്ലാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. പരമാവധി ഒരു മനുഷ്യൻ്റെ ആയുസ് തീരുന്നത് വരെ മാത്രമേ അയാൾക്കവിടെ കഴിയേണ്ടി വരൂ. അതല്ലെങ്കിൽ അവർ കൊല്ലുന്നത് വരെ, ഏതെങ്കിലും വിധത്തിൽ ജീവഹാനി സംഭവിക്കുന്നത് വരെ മാത്രമേ ആ ദുനിയാവിൽ ഏത് ശിക്ഷയും ഉള്ളൂ. പരലോകത്ത് പക്ഷേ അങ്ങനെയല്ല. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ലാ യമൂതൂന, അവരവിടെ മരിക്കുകയില്ല. മരിക്കാതെയുള്ള മരണമാണ്, കൊലയാണ് അവിടെ നടക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ജസാഅൻ ബിമാ കസബ, അവർ പ്രവർത്തിച്ചതിൻ്റെ, അവർ ചെയ്ത കർമ്മത്തിൻ്റെ പരിണതിയാണത്. അവരുടെ കർമ്മങ്ങളാണ് അവരെ കൊണ്ടുപോയി നരകത്തിലെത്തിച്ചതെന്നാണ് പലയിടങ്ങളിലായി വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഈ വർഷം നമ്മൾ അവസാനിക്കുന്ന സമയത്താണ് ഈ ഖുത്ബ ഞാൻ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടത്, അനേക വർഷങ്ങളായി നമ്മൾ ദുനിയാവിൽ ജീവിക്കുന്നു, നമ്മുടെ കർമ്മങ്ങൾ എന്തുമാത്രം നല്ലതാണ്, നമ്മൾ അള്ളാഹുവിനോട് എത്ര അടുത്താണ് ജീവിക്കുന്നത്, പടച്ചവന് എത്ര അകന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ട. ഖുർആൻ നേരത്തെ പറഞ്ഞതുപോലെ അവലം നുഅമ്മിർക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കറ, ആലോചിക്കുന്നവർക്ക് ആലോചിക്കാൻ തക്ക സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമേ ഞാൻ ശിക്ഷിക്കണുള്ളൂ, അതല്ലാത്തവരെ ശിക്ഷിക്കൂല. എല്ലാവർക്കും ശിക്ഷയില്ല. മറിച്ച് അള്ളാഹു തദക്കുറിനുള്ള, പഠിക്കാനും ആലോചിക്കാനും ചിന്തിക്കാനും ഒക്കെ ആർക്കാണോ ആയുസ് കിട്ടിയത് അവർക്ക് മാത്രമേ ഈ ശിക്ഷയുള്ളൂ. ആലോചിക്കാനുള്ള സമയമാണ് നമുക്ക് ബാക്കി കിടക്കുന്നത്. അല്ലെ, നമ്മുടെ കയ്യിൽ 10 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് 1 ലക്ഷം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എങ്ങനെ ചിലവായി എന്ന് ചിലപ്പോൾ നമുക്ക് അറിയില്ല, ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ 1 ലക്ഷം രൂപ പോയെന്ന് വിചാരിക്കുക, ബാക്കി 9 ഉള്ളൂ. അപ്പോൾ നമ്മൾ സന്തോഷിക്കുക ചെയ്യില്ല, ആണോ? അല്ലല്ലോ. നമ്മുടെ കയ്യിൽ 10 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം നമ്മൾ അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അറിയാതെയോ ഒക്കെ ചിലവായി പോയാൽ ചില കണക്ക് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല.
ആ 10,000 അവിടെ പോയി, പടച്ചോനറിയാം എന്ന് പറയാറില്ല ചിലപ്പോഴൊക്കെ. 1000, 500 പല കണക്കും നമുക്ക് ഓർമ്മയുണ്ടാവില്ല, അതെങ്ങനെയോ ചിലവായി പോയി. അങ്ങനെ ഏതെങ്കിലും വഴിക്കൊക്കെ 10ൽ നിന്ന് 1,00,000 രൂപ ചിലവായിട്ട് ബാക്കി 9 ഉള്ളൂ നമ്മൾ സന്തോഷിക്കുക ചെയ്യുക ഒന്ന് പോയാൽ? ഇല്ല, നമുക്കപ്പോൾ വേദന ഉണ്ടാകും. പടച്ചോൻ ഇനി 9 കൂടിയല്ലേ ഉള്ളൂ അല്ലെ, അത് വർദ്ധിപ്പിക്കാനല്ലേ നമ്മൾ നോക്കും അടുത്തത്. ഇതുപോലെ 60-70 കൊല്ലം അള്ളാഹു നമുക്ക് ആയുസ് തന്നിട്ട് അതിൽ നിന്ന് 1 കൊല്ലം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കില്ല ചെയ്യല്? അല്ല, നമുക്ക് വേദന ഉണ്ടാകും, ബേജാറുണ്ടാകണം. പടച്ചോനെ എൻ്റെ ആയുസിന്ന് 1 കൊല്ലം പോയല്ലോ എന്ന്. പൂർവ്വസൂരികളിൽ ഒരാളായ ഒരു പണ്ഡിതൻ തൻ്റെ ശിഷ്യനോട് ചോദിക്കുന്നുണ്ട്, എത്ര കൊല്ലമായി ദുനിയാവിൽ വന്നിട്ട്, എത്ര വയസ്സായിന്ന്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു 60 വയസ്സായിന്ന്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇല്ല, 60 വർഷം അള്ളാഹുവോട് അടുത്തു എന്നാണ്. 60 വർഷം നീ അള്ളാഹുവോട് അടുത്തു എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോന് 60 വർഷം അടുത്തോ, അപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ ബാക്കി. ആലോചിക്കായികയല്ല, പക്ഷെ പെട്ടെന്ന് ചിലർ പറയുമ്പോൾ നമുക്കൊരു ഓർമ്മ വരുമല്ലോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്കറിയോ? ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ഇന്നാ ലില്ലാഹി എന്നാണ് നീ ആദ്യം പറഞ്ഞത്. അതിൻ്റെ അർത്ഥം നീ റബ്ബിനുള്ളവനാണ്, അപ്പോൾ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യണവനാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവനാണ് എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിൻ്റെ മുമ്പിൽ മൗഖൂഫാണ്, ഒരിക്കൽ നിൽക്കേണ്ടവനാണ്. അതുകൊണ്ട് തന്നെ മസ്ഊലാണ്, നീ ചോദ്യം ചെയ്യപ്പെടുന്നവനാണ്. നിൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ടാകും, എങ്ങനെ ചെലവഴിച്ചു എന്ന്. ലൻ തസൂല ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ അൻ ഉംരിഹി. ഒന്നാമത്തെ ചോദ്യം എന്താണ്? പരലോകത്ത് കാലനക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ചോദ്യങ്ങളിൽ 4-ൽ ഒന്നെന്താണ്? ഫസ്റ്റ് വൺ അൻ ഉംരിഹി, ആയുസ്സിനെ കുറിച്ചാണ്. ആ ആയുസ്സിൽ നിന്ന് 1 വർഷമാണിതാ കൊഴിഞ്ഞു പോകുന്നത് ഏതാനും മണിക്കൂറുകൾ, ദിവസങ്ങൾ കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു മുന്നൊരുക്കം ഉണ്ടാകണം. അള്ളാഹു നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫയാ അയ്യുഹൽ ഇഖ്വ ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നൊരിക്കൽ കൂടി ഏവരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ആയുസ്സിൽ നന്മകൾ വർദ്ധിപ്പിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ആ നന്മകൾക്ക് പല അവസരങ്ങളുമുണ്ട്. ചിലത് നമുക്ക് ഭാരമുള്ളതുണ്ടാകും, ചിലത് എളുപ്പമുള്ളതുണ്ടാകും. അപ്പോൾ എളുപ്പമുള്ളതിൽ പിടിക്കാം, ഭാരമുണ്ടെന്ന് തോന്നുന്നത് ചിലർക്ക് നോമ്പ് പിടിക്കലും വലിയ പ്രയാസമായിരിക്കും. സക്കാത്ത് കൊടുക്കാൻ തന്നെ പറ്റാത്തവരുണ്ടാകും, കാരണം അവർക്കതിന് നിവൃത്തി ഉണ്ടാവില്ല. ചിലപ്പോൾ വാങ്ങേണ്ടവരായിരിക്കും. ചിലർക്ക് നിസ്കാരം ഫർദ് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അങ്ങനെ പോവുകയാണ്. ശിക്ഷിക്കപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഫർദ് നിസ്കരിക്കണം. അതിൻ്റെ ഇടയിൽ പിന്നെ ബാക്കി സുന്നത്തും അല്ലെങ്കിൽ രാത്രി നിസ്കാരവും നടക്കില്ല. വേണ്ട, നമുക്ക് ഏറ്റവും ലഘുവായ കുറച്ച് നന്മകൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ നന്മ നമ്മൾ തുടക്കം കുറിക്കണം. എന്തെങ്കിലും ഒരു നന്മ. അടുത്ത വർഷം നമ്മൾ കുറേ കാലം കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നണത്, ഈ വർഷം ഞാൻ ഇത്ര നന്മ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഓരോ കൊല്ലവും ഓരോ ദിവസവും ചെയ്യേണ്ടതാണ്. പക്ഷേ ധാരാളം തിരക്കുകളുള്ള, സമയത്തിന് അതിവേഗതയുള്ള ഈ കാലഘട്ടത്തിൽ, അല്ലെ, വളരെ വേഗത്തിലാണ് കാലം സഞ്ചരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞതുപോലെ 1 മണിക്കൂർ, സാഅത്ത് എന്ന വാക്കാണ്, നമുക്ക് വേണമെങ്കിൽ മണിക്കൂർ എന്നതിന് അർത്ഥം പറയാം. 1 നാഴിക നേരം എന്ന് പറയുന്നത് ഒരു ഓലയുടെ ചൂട്ട്. നമ്മൾ സാധാരണ പണ്ട് ആൾക്കാർ രാത്രിയിൽ ഉപയോഗിച്ചിരുന്ന സാധനം ഉണ്ടല്ലോ, ടോർച്ചിന് പകരം ഓലച്ചൂട്ട്, അത് കത്തിത്തീരാനെടുക്കുന്ന സമയം. പക്ഷെ പുതിയ തഫ്സീറുകളിൽ, പുതിയ അതിൻ്റെ ഈ വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം ഉണങ്ങിയൊരു കടലാസ് എന്നാണ്. ഒരു പേപ്പർ, ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഉണങ്ങിയ ഒരു താള് കത്താൻ എന്ത് സമയമെടുക്കുമോ ആ സമയമായി ചുരുങ്ങിപ്പോകുമെന്ത് 1 മണിക്കൂർ സമയം, ഒരു സാഅത്ത് എന്ന് പറയുന്നത്. ഏതാണ്ട് അങ്ങോട്ട് എത്തുകയാണ് നമ്മൾ. അത്ര വേഗത്തിൽ കാലം സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഓരോ ദിവസവും പുതിയ നന്മകൾ ഉണ്ടാക്കുക നമുക്ക് സാധ്യമല്ല. ചിലപ്പോൾ അങ്ങനെ കഴിയുന്നവർ അങ്ങനെ ചെയ്യട്ടെ. അല്ലാത്തവരെന്ത് ചെയ്യുക, ഒരു വർഷത്തിലൊരു പുതിയ നന്മ തുടങ്ങുക. ഓരോ സുബഹിക്ക് ശേഷവും ഓരോ മഗ്‌രിബിന് ശേഷവും അല്പം സമയം കിട്ടുന്ന സന്ദർഭങ്ങളാണല്ലോ. ഒരുവിധം എല്ലാവരും മഗ്‌രിബിന് വേറെ ഏത് നിസ്കാരത്തിന് ജമാഅത്തിന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പലരും ശ്രദ്ധിക്കാറുണ്ട് മഗ്‌രിബിൻ്റെ ജമാഅത്തിന് പങ്കെടുക്കാൻ. അത് കഴിഞ്ഞൊരു ചായ കുടിയൊക്കെയുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. വളരെ എളുപ്പമാണ്. പല പള്ളികളുടെയും ചുമരുകളിൽ ആ ദിക്ർ അടങ്ങിയ ബോർഡുകൾ ഇങ്ങനെ തൂങ്ങുണ്ടാവും. 10 പ്രാവശ്യം രാവിലെയും സുബൈക്ക് ശേഷവും 10 പ്രാവശ്യവും വൈകുന്നേരവും പറഞ്ഞാൽ മതി. 1.5 മിനിറ്റേ വേണ്ടോ പറയാൻ, ഒരു 7-8 സെക്കൻഡേ വേണ്ടു ഒരു തവണ പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
നാട്ടിൽ ഒരു പണ്ഡിതൻ വന്ന് ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അദ്ദേഹം ഈ ദിക്ർ ചൊല്ലിയിട്ട് ചോദിച്ചു, സുബൈക്ക് ശേഷവും മഗ്‌രിബിന് ശേഷവും ഇത് 10 പ്രാവശ്യം പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. 100 പ്രാവശ്യമാണ് മൂപ്പർ ആദ്യം ചോദിച്ചത്, അപ്പോൾ ആരും കൈവന്നിച്ചില്ല. 10 പ്രാവശ്യം പറയുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ 3-4 ചെറുപ്പക്കാർ കൈകൂക്കി. അതിൽ കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു ആ സദസ്സിൽ. അങ്ങനെയാണ് ഈ സദസ്സെങ്കിൽ എല്ലാവർക്കും കൂടി വേണ്ടി പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ വാഴ്ത്തുക എന്നതിൽ പരം അള്ളാഹുവിന് സന്തോഷമുള്ള വേറൊരു കാര്യമില്ല. തുടങ്ങുന്നത് തന്നെ അങ്ങനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ല. വഹ്ദഹു, അവൻ തനിച്ചാണ്, അവൻ ഏകനാണ്, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ ആരാധ്യനായി. ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ അധികാരവും അവനാണ്, അതുകൊണ്ട് തന്നെ എല്ലാ സ്തുതിയും അവനാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഒരു വലിയ സനാ ആണത്, പടച്ചവനെ പുകഴ്ത്തുകയാണ്, അതിൻ്റെ പാരമ്യമാണത്, അതിൻ്റെ അങ്ങേയറ്റാണ്. അതിൻ്റെ കൂടെ വേറെ ചില വാക്കുകളുണ്ട്, എല്ലാം കൂടി പ്രയാസകരമാവുമെന്നതുകൊണ്ട് അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഓരോ സുബഹിയുടെ നമ്മുടെ സാധാരണ കീർത്തനങ്ങളുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 പ്രാവശ്യം ഈ കീർത്തനം, ഇത് കീർത്തനമാണ്, ദിക്റാണ്, ദുആ അല്ല, ഇത് അള്ളാഹുവിനെ നമ്മൾ പുകഴ്ത്തുകയാണ്. പടച്ചവനേറെ സന്തോഷമുള്ളതാണ്. 3 മിനിറ്റേ വേണ്ടൂ, രാവിലെയും വൈകുന്നേരം കൂടി. പക്ഷേ നമ്മളൊരു വർഷം അത് കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് 18.5 മണിക്കൂർ നമ്മൾ അള്ളാഹുവിനെ ഇങ്ങനെ പുകഴ്ത്തിയിട്ടുണ്ടാകും. ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ കണക്കെടുത്ത് നോക്കുമ്പോൾ 18.5 മണിക്കൂർ നമ്മൾ ഈ കീർത്തനം നമ്മൾ ആലപിച്ചിട്ടുണ്ടാകും, ഈ ദിക്ർ നമ്മൾ ചൊല്ലിയിട്ടുണ്ടാകും. അള്ളാഹുവിന് ഏറെ സന്തോഷമുള്ളത്, പരലോകത്തിന് ഏറെ കനം തോന്നുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് തഅദിലു സമാവാതി വൽ അർദ്, ആകാശഭൂമികളൊക്കെ ഒരു തട്ടിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഏതിനാ ഭാരം കൂടുതൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് ഭാരം കൂടുതലെന്ന് പ്രവാചകൻ പറഞ്ഞു തന്നു നമുക്ക്. അതുകൊണ്ടാണ് ആ വാക്കുകൊണ്ടാണ് ഈ കീർത്തനം തുടങ്ങുന്നത് തന്നെ. അതുകൊണ്ട് ഇത് പതിവാക്കുക. ഈ ഖുത്ബയിലെ ഒരു സന്ദേശമായി, ഒരു നന്മയായി, പുതിയ വർഷത്തേക്കുള്ള ഒരു തുടക്കമായി ഇത് നിങ്ങൾക്ക് സമ്മാനിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കുക, പുലർത്തുക. ചില ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകും. അള്ളാഹു നാം എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയിൽ മുന്നേറുവാൻ, കിട്ടുന്ന ആയസ് പരമാവധി അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി ജീവിക്കുവാൻ അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്യുമാറാകട്ടെ. വന്നുപോയ അബദ്ധങ്ങൾ അള്ളാഹു നമുക്ക് ഏവർക്കും വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാകട്ടെ. മഹാവിപത്തായ ഖറാമായ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ, ഏറ്റവും മോശമായ പര്യവസാനം സങ്കേതമായി അള്ളാഹു നമുക്ക് പഠിപ്പിച്ച നരകാഗ്നിയിൽ നിന്ന് നാം ഏവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മയും മാത്രമല്ല, നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഇണകൾ, നമ്മുടെ സഹോദരങ്ങൾ, അങ്ങനെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള മുഴുവൻ സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു നരകശിക്ഷ എന്ന ആ മഹാവിപത്തിൽ നിന്ന് രക്ഷ നൽകുമാറാകട്ടെ. സ്വർഗപ്രവേശം നൽകി നാം ഏവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ-അഹ്യാഇ മിന്നാ വൽ അംവാത്ത്. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാനി വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിൽ